ഹലോ, ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പർദ്ദകൾ നിരോധിക്കണം, അതുപോലെ വിശ്വാസം ഹൃദയത്തിലിരിക്കട്ടെ, പിന്നെ ചിരി കുട്ടികൾ കാണട്ടെ, ഇല്ലെങ്കിൽ ചിരി മങ്ങിപ്പോകും, ചിരി ഇല്ലാതായിപ്പോയി ലോകത്തെന്നൊക്കെ പറഞ്ഞ് ഒരു വിഷയം ഇട്ടിരുന്നു. അദ്ദേഹത്തിനും മറുപടി പറയേണ്ടതില്ല, കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് തന്നെ പറഞ്ഞു. എങ്കിലും ആ സുഹൃത്ത് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതാണ്. വിശ്വാസം ഹൃദയത്തിൽ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതിന് പ്രകടമായിട്ടുള്ള ചില ഭാവങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടുന്നവർക്ക് അനുസരിക്കാം, വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം. അപ്പോൾ ഇത് ഇന്ന് ഒരു മത നേതാക്കളും ഇപ്പോൾ നമ്മൾ ഈ അടിച്ചേൽപ്പിച്ച് ഇത് തന്നെ ഇട് എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയില്ല. കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക, ഇന്ത്യയിൽ എടുത്തു നോക്കുക, ഒരു മത നേതാക്കളും പറയുന്നില്ല നിങ്ങൾ ഇത് തന്നെ ഇട് എന്ന് പറയുന്നില്ല. ഇനി മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ കുടുംബങ്ങളിലും സമൂഹത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരു 15 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 16-17 വയസ്സ് കഴിഞ്ഞാൽ, ആണായാലും പെണ്ണായാലും മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് പോലും ഒരു വസ്ത്രം ഇടാത്ത കാലമാണ്. അവരോട് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് പ്രതികരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ മുതിർന്ന സ്ത്രീകളെ കൊണ്ട് ഒരിക്കലും ഭർത്താവിനോ അല്ലെങ്കിൽ പിതാവിനോ മാതാവിനോ ഈ പർദ്ദയിടിക്കാൻ കഴിയില്ല. അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ്. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക, മനസ്സിലായില്ലേ? പിന്നെ ഇത് നിരോധിക്കണം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാവരുത്. ഭരണഘടനയിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ആചാരം ചെയ്യാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇതിനെല്ലാത്തിനും അതിന് നിയമമുണ്ട്, അത് പാസ്സാക്കിയിട്ടുമുണ്ട്. ജനാധിപത്യ രാജ്യവുമാണ്. അപ്പോൾ നമ്മൾ നിരോധിക്കണമെന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ പറയുന്ന കണക്ക് വിശ്വാസം ഹൃദയത്തിൽ മതി. എന്നാൽ പ്രകടമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിപ്പോൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം സ്ത്രീകളിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 50 പേരായിരിക്കും പർദ്ദ ഇടുന്നത്. ഇതിൽ 10 പേരായിരിക്കും മുഖം മറയ്ക്കുന്നത്. അത് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ പുഞ്ചിരി നഷ്ടപ്പെടാനും എല്ലാ കുഴപ്പത്തിനും കാരണം മുഖം മറച്ച് നടക്കുന്നതാണ്. എങ്കിലും നമുക്ക് മൊത്തത്തിലൊന്ന് പരിശോധിക്കണം, ഇന്ത്യ മൊത്തം. ഇപ്പോൾ തന്നെ കലാപങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ കണ്ടോ, ഒരു പാവപ്പെട്ട രാജ്യത്തിൽ കയറി എല്ലാം അടിച്ച് നിരത്തി പിഞ്ചു കുഞ്ഞുങ്ങളവരെ കൊന്നൊടുക്കുക. അവിടെ മുഖം മൂടിക്കൊണ്ട് നടന്നതിൻ്റെ പ്രശ്നമാണോ? അതുപോലെ തന്നെ അമേരിക്ക എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും കയറി പോകുമ്പോട്ട് എല്ലാത്തിനെയും കൊല്ലുക. മുഖം മറിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഇനി ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും നമ്മളെ സംഘി കൂട്ടങ്ങൾ കയറി പള്ളികൾ പൊളിക്കുന്നു, ആളുകളെ അടിച്ചു കൊല്ലുന്നു, വീട് പൊളിച്ച് കളയുന്നു. ഇതൊക്കെ മുഖം മറച്ചതിൻ്റെ കുഴപ്പമാണോ? അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ പലതും നടക്കുന്നു. ഇതെല്ലാം മുഖം മറച്ചതിൻ്റെ കുഴപ്പമാണോ? അല്ല. ഇനിയിപ്പോൾ ചിരി ഇല്ലാതാകുന്നുണ്ടോ? ഈ മുഖം മറച്ചവരുടെ മുഖത്ത് നോക്കി തന്നെ ചിരിക്കണമെന്ന് നിർബന്ധം എന്താ? മറയ്ക്കാത്ത ഒരുപാട് പേരുണ്ട്, അവർ നോക്കി ചിരിച്ചാൽ പോരെ? വിശ്വാസം എന്നത് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള രക്ഷയുടെ മാർഗമാണ്. അതിനകത്ത് വേറെ ആരും കയറി കൈയടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ശബരിമലയിൽ പോകുന്നവർ എന്തിനാണ് കറുത്തത് ഇടുന്നത്? അപ്പോൾ വിശ്വാസം ഹൃദയത്തിൽ മതി, മാല ഇടണ്ട, ഒന്നും ചെയ്യണ്ട, അവരങ്ങ് പോയാൽ പോരെ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ പളനി പോകുന്നവർ വിശ്വാസം ഹൃദയത്തിൽ പോരെ, തലമുണ്ടനം ചെയ്യണ്ട, പിന്നെ വീട് കയറി ഭിക്ഷ എടുക്കണ്ട, 7 വീട് കയറി ഭിക്ഷ എടുക്കണ്ട, അതുപോലെ തന്നെ അതിന് പറ്റിയ വേഷം ധരിക്കണ്ട, അതങ്ങ് ഹൃദയത്തിലല്ലേ, അങ്ങ് ചെയ്താൽ പോരെ? പിന്നെ അതുപോലെ തന്നെ വിശ്വാസം ഹൃദയത്തിൽ മതി, നമ്മൾ ഭക്ഷണം കഴിച്ചെന്ന് അങ്ങ് ഹൃദയത്തിൽ അങ്ങ് വിശ്വസിച്ച് ഉറപ്പിക്കുക പോരെ? കഴിക്കണോ? അപ്പോൾ സുഹൃത്തെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നും കൊണ്ടുള്ള ഒരു ശൈലി കണ്ടുകൊണ്ടാണ്. ഇത് നമ്മുടെ പ്രശ്നം ഇതൊന്നും അല്ല. ഈ ഇന്ത്യയുടെ പ്രശ്നം ഒരാൾ മുഖം മറച്ചത് കൊണ്ടോ മറയ്ക്കാത്തത് കൊണ്ടോ അല്ല. പ്രശ്നങ്ങളെന്ന് പറയുമ്പം മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ആ ചിന്തകളെ കൊണ്ട് തീ കത്തിക്കലാണ് സമൂഹത്തിൽ. 10 പേര് വായിക്കുമ്പോൾ ഒരാളെങ്കിലും അതിന് അനുകൂലിക്കും, അല്ലെങ്കിൽ 10 പേര് വായിക്കുമ്പോൾ 5 പേര് അനുകൂലിക്കും. അതിങ്ങനെ ഒരു തീയാണ്, പടർന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചിന്തകൾ കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാനും പറയാനും കിടക്കുന്നു, അതിലേക്കൊക്കെ കയറ്. കുട്ടികൾ ചിരി അറിയാതെ പോകുന്ന കാലമൊന്നുമില്ല. അവരുടെ മാതാപിതാക്കൾ അവർക്ക് നന്നായിട്ട് കാണാം, അവരെ വീട്ടിൽ ഇത് മറച്ചോണ്ടല്ല, അവർ ചിരിച്ചോളും. ഇപ്പം മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലാൻ നടക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഉദാഹരണം ചോദിക്കട്ടെ, കത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ കത്തി ഇല്ലെങ്കിൽ ഒരു വീട്ടിലെ നിത്യജീവിതം പാടാണ്.
കറി കൂട്ടാൻ പറ്റില്ല, പച്ചക്കറി കൂട്ടില്ല, ഒന്നും പറ്റില്ല. വാങ്ങിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി അങ്ങ് തിന്നാനേ പറ്റൂ, അതേ കണക്കിട്ട്. വല്ല പച്ചക്കറിയെല്ലാം മുറിക്കാൻ ഒക്കുമോ? ഇല്ലല്ലോ. വാങ്ങിക്കൊണ്ട് വരിക, അതേ കണക്ക് വലിയ ചെമ്പിട്ട് പുഴുങ്ങുക, തിന്നുക. അങ്ങനെ നിത്യ ഉപയോഗ ജീവിതത്തിന് ഓരോ മേഖലയിലും കത്തി ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് കുത്തിയാൽ മുറിയുമോ? മുറിയും. എന്നാൽ പിന്നെ കത്തി അങ്ങ് നിരോധിച്ചൂടെ? അപ്പം നിങ്ങൾ പറ, കത്തി അങ്ങ് നിരോധിച്ചു, അതാ ഇതിനെല്ലാം കാരണമെന്ന്. എല്ലാ കൊലപാതകത്തിനും കാരണം ആളുകൾ മരിക്കുന്നത് ഈ കത്തി കൊണ്ട് കുത്തിയിട്ടാ. അതങ്ങ് നിരോധിക്കാൻ പറ. അപ്പോൾ ബുദ്ധി, അറിവ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് മനുഷ്യന് ഉപകരിക്കണം. അത് തല്ലാനും തകർക്കാനും കുഴപ്പങ്ങളുണ്ടാക്കാനും മനുഷ്യൻ്റെ മനസ്സിൽ ഛിദ്രത ഉണ്ടാക്കാനും ആകരുത്. നല്ലതിന് വേണ്ടി നിങ്ങളുടെ ചിന്ത ഉപയോഗിക്കും. പിന്നെ ഒരു പണ്ഡിതനും പറഞ്ഞില്ല മുഖം മറച്ച് നടക്കാൻ. അത് ഇസ്ലാമികമായിട്ട് ഒരു പണ്ഡിതന്മാർ അതുകൊണ്ട് മനസ്സിലാക്കുക, പറഞ്ഞിട്ടില്ല. മുഖവും മുൻകൈയൊഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ച് നടക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു പെണ്ണ് അവളുടെ വിശ്വാസത്തിൻ്റെ ഇതുകൊണ്ട് അവൾ മറയ്ക്കുന്നെങ്കിൽ അതിനകത്ത് തെറ്റുമില്ല, ആരും എതിർക്കേണ്ടതുമില്ല. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണമാണ്. അവിടെ പോലും ഇഷ്ടമുള്ളവർക്ക് മുഖം മറയ്ക്കാം, ഇല്ലാത്തവർക്ക് നിയമമൊന്നുമില്ല. അല്ല, മറയ്ക്കാൻ നടക്കുന്നുണ്ട്, മുഖം മറയ്ക്കാം. അത് ഖുർആനോ പ്രവാചകൻ്റെ ചര്യ കൊണ്ടോ നിങ്ങൾ മുഖം മറയ്ക്കണം എന്ന് കർശനമായിട്ട് പറഞ്ഞതായിട്ടൊരു പണ്ഡിതന്മാരും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ അത് പക്ഷേ ഒരു പെണ്ണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആ പെണ്ണിൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്, ആ പെണ്ണിൻ്റെ മാത്രം വിശ്വാസമാണ്. നിങ്ങൾ നോക്ക്, ഇഷ്ടം പോലെ ഇന്ന് അർദ്ധനഗ്നമായിട്ട് ഇഷ്ടം പോലെ നടക്കുന്നല്ലോ, ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പർദ്ദ നിരോധിക്കണമെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ അർദ്ധനഗ്നയായിട്ട് കിടക്കുന്നു. അവിടെ എല്ലാം പ്രശ്നങ്ങളുമുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ സ്ത്രീക്കും പുരുഷനും നൽകിയ വിചാരത്തിനകത്തും ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് പുരുഷന് വികാരം ഉണ്ടാകുന്ന ദർശനത്തിലാണ്, അവന് കാഴ്ചയിൽ വികാരം ഉണ്ടാകും. ഇത് നിഷേധിക്കാവത്തില്ല. ഇത് ഒരു മതത്തിൻ്റെ ആൾ പറയുന്നതല്ല, അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ സ്ത്രീക്ക് വികാരം ഉണ്ടാവുന്നത് ദർശനത്തിലല്ല. ഒരു പുരുഷൻ ഇങ്ങനെ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന കണ്ടാൽ ഒരു സ്ത്രീക്ക് വികാരം ഉണ്ടാവില്ല. പക്ഷേ സ്ത്രീ നടക്കുന്ന കണ്ടാൽ പുരുഷനുണ്ടാവും. സൃഷ്ടിപ്പിൻ്റെ ഇതാണ്. സ്ത്രീക്ക് പിന്നെ അങ്ങനെ വികാരം ഉണ്ടാകുന്നത് അവളെ സ്പർശനത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും. പുരുഷൻ്റെ ഈ മധുരമായിട്ടുള്ള സംസാരത്തിൽ അതുപോലെ തന്നെ സ്പർശനത്തിലുണ്ടാകും. അതുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ വിചാരങ്ങളെ അറിയാവുന്ന പടച്ചോൻ ആ സ്ത്രീയെടുത്ത് പറഞ്ഞത് മുഖവും മുൻകഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ച് നടക്കാൻ. ലൂസുള്ള വസ്ത്രം കൊണ്ട് പർദ്ദ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അത് വെളുത്താവട്ടെ, അല്ലെങ്കിൽ ചുമന്നയാവട്ടെ, അല്ലെങ്കിൽ കറുപ്പാവട്ടെ, എന്തോ ആവട്ടെ, മറച്ച് നടക്കാൻ പറഞ്ഞ്. ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച പടച്ചവനാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തെ. അതിന്ന് അതിൻ്റെ തിക്തഫല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന കണ്ണു തുറന്ന് എല്ലാവരും നല്ല വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. ഏതാ നല്ല വസ്ത്രം? ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും വിളമ്പുമ്പം അത് ഛിദ്രത ഉണ്ടാക്കാനുള്ള ആകരുത്. അതാണ് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നല്ല നല്ല പോസ്റ്റുകൾ ഇടുക, എല്ലാവരും ഉൾക്കൊള്ളും. ഓക്കെ.